കൂടിയ ബൽവീർ വർമ്മ എന്നയാളും ചേർന്ന് ഫാക്ടറിക്കുള്ളിലെ 12 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്ത് മൃതദേഹം വേഗത്തിൽ അഴുകാൻ അതിനു മുകളിൽ ഉപ്പിട്ടു കുഴി മൂടിയ ശേഷം RCC കോൺക്രീറ്റ് ഇട്ട് തറ പഴയതുപോലെയാക്കി. 1.5 മാസത്തിന് ശേഷം അവർ ആ ഫാക്ടറിയുടെ വാടക കരാർ അവസാനിപ്പിക്കുകയും ചെയ്തു. മനസാക്ഷിയില്ലാത്ത അഭിനയം. ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒന്നും അറിയാത്തവളെ പോലെ പ്രീതി സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിനയം തുടർന്നു. ജിഗ്നേഷിന്റെ കൊലപാതകത്തിന് ശേഷം അവൾ അവന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നൊരു റീൽ പോസ്റ്റ് ചെയ്തു. അതിന്റെ അടിക്കുറിപ്പ് ഇതായിരുന്നു: ഡിയർ ബെസ്റ്റ് ഫ്രണ്ട്, നെവർ ലീവ് മീ ബിക്കോസ് നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ. ജിഗ്നേഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ തന്ത്രം മാത്രമായിരുന്നു അത്. ദുരന്തത്തിന്റെ ബാക്കിപത്രം. ഇന്ന് പൃഥ്വിയും നീലേഷും ബൽവീറും അഴികൾക്കുള്ളിലാണ്. നിയമം അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകിയേക്കാം. പക്ഷേ ഈ കൊടുംചതിയിൽ ജീവിതം നഷ്ടപ്പെട്ടത് കുറച്ചു നിരപരാധികൾക്കാണ്. ജിഗ്നേഷ് എന്ന സ്നേഹനിധിയായ അച്ഛൻ മണ്ണിലലിഞ്ഞു. പൃഥ്വിയുടെ മക്കൾക്ക്, അതിൽ ഇളയവൾ സ്വന്തം അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. ഇനി അച്ഛനുമില്ല, അമ്മയുമില്ല. നീലേഷിന്റെ 14 വയസ്സുകാരിയായ മകളുടെ 2.5 വയസ്സുകാരനായ മകന്റെയും ജീവിതത്തിലും സ്വന്തം പിതാവ് സമ്മാനിച്ചത് തീരാത്ത അപമാനവും അനാഥത്വവുമാണ്. ഒരു വിഷലിപ്തമായ ബന്ധം എങ്ങനെയാണ് പല തലമുറകളെ ഇല്ലാതാക്കുന്നത് എന്നതിന്റെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി ജാംനഗറിലെ ആ കോൺക്രീറ്റ് തറ ഇന്നും അവശേഷിക്കുന്നു.